കൊള്ളാം. വാലന്റൈൻ ഡേ കേൾക്കാനൊരു സുഖമൊക്കെയുണ്ട്. പ്രേമിച്ച് വാല് മുറിഞ്ഞ് നിൽക്കുന്നവർക്കൊക്കെ പെൺപിള്ളേരെ കാണുമ്പോൾ വാൽ എൻ്റെ ആണടേ എന്ന് പറയാൻ പറ്റിയ ദിവസം. കൊച്ചിയിലെ വാല് മുറിഞ്ഞ കാമുകന്മാർ വാലും പൊക്കി വാലന്റൈൻ ഡേ ആഘോഷിക്കുന്നതാണ് ഇനി. ഇവന്മാർക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നൊന്നും ചോദിക്കരുത്, പാവത്തങ്ങളാ. സ്നേഹം ഭ്രാന്താണെങ്കിൽ, ഇഷ്ടം വട്ടാണെങ്കിൽ, എന്നോട് പറ ഐ ലവ് യു. പ്രേമമെന്നാൽ എന്താണ് പെണ്ണേ, അത് കരളിനുള്ളിലെ തീയാണു കണ്ണേ. കള്ളു കുടിച്ചാലും പോവൂല, അത് സാമി വലിച്ചാലും മാറൂല. നിനക്കെന്താ ചീങ്ങുന്നുണ്ടോ? ഒരു വക കണ്ണടയും. എടാ, ഒരു പെൺകുട്ടിയെ പരിചയപ്പെടാൻ മുമ്പ് ഇങ്ങനെയാണോ ഡ്രസ് ചെയ്യുന്നത്? എന്താ പെൺകുട്ടികൾക്ക് ഇങ്ങനെ സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമല്ലേ? ഡോണ്ട് ദേ ലൈക്ക്? ചങ്ക് പറിച്ചെടുത്ത് പെണ്ണുങ്ങട കൈ കൊടുത്താലും പൂ എന്ന് പറഞ്ഞിട്ട് നീക്ക് ദൂരെറിയില്ല സുന്ദരി പെണ്ണേ. പ്രണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലരും കന്യകത്വം നഷ്ടപ്പെടുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഭാവി ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ സംശയങ്ങൾക്കും അവരുടെ മറ്റു തരത്തിലുള്ള വിഷയങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഈ പ്രണയം കേവലം പ്രണയം മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, പ്രണയത്തിന് പുറകെയുള്ള കാമക്കൂത്തുകൾക്ക് എതിരായിട്ടാണ് ഇന്ന് എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിലെ സ്വതന്ത്ര കൂട്ടായ്മയായ ലോക്കോസ് ഈ വാലന്റൈൻസ് ഡേ 5ാം ദിനമായിട്ട് ആഘോഷിക്കുന്നത്. 5 കാപ്പിയല്ല 5 കൊല്ലം. 5 കൊല്ലമായി ഞാൻ തന്നെ പുറകെ നടക്കുക. ഈ സമയം മെഡിസിന് പോയിരുന്നെങ്കിൽ ഞാനിപ്പോ ഡോക്ടറായനെ, LLBക്ക് പോയിരുന്നെങ്കിൽ ഞാനിപ്പോ വക്കീലായനെ, ജയിലിൽ പോയിരുന്നെങ്കിൽ ഞാനിപ്പോ റിലീസ് ആയേ. സാറിന് എന്തെങ്കിലും കഴിക്കണോ? എനിക്ക് കുട്ടിയെ കല്യാണം കഴിക്കണം, അല്ലാതെ വേറെ ഒന്നും കഴിക്കില്ല. മനസ്സിലായടാ? പൂവെടുത്ത് ചെവിയിൽ ചൂടുന്ന പിന്നീ നാട്ടിലെ ശശിയാകും ശശാങ്കനാകും. പൂവെടുത്ത് ചെവിയിൽ ചൂടുന്ന പിന്നീ നാട്ടിലെ ശശിയാകും ശശാങ്കനാകും. ഒരാളെ നന്നാവാനും സമ്മതിക്കൂലേ? എടാ മാധവ, ഈ താടകന്മാരുടെ ഇടയിൽ എന്നെ കണ്ടു പോവല്ലേ? അല്ല, എന്താ നിങ്ങളുടെ ഭാവം? എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി മറ്റൊരു അലവലാതിയുടെ കയ്യിൽ നിന്ന് ഒരു സമ്മാനം വാങ്ങുന്നത് ഞാൻ എങ്ങനെ സഹിക്കും? ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയോ? നിങ്ങളുടെ ഉദ്ദേശം എന്താ? എന്തടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്? ഇഷ്ടത്തിന് ഒരർത്ഥേ ഉള്ളോ? ഒരു സഹോദരനെ പോലെ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടു എന്നല്ലാതെ. കാണാൻ കൊള്ളാത്ത ആണുങ്ങളെ സഹോദരന്മാരെന്ന് പറഞ്ഞ് സ്നേഹിക്കുന്നത് പെണ്ണുങ്ങളുടെ ഒരു സ്ഥിര ഏർപ്പാടാണ്. എന്നാലും എന്നോടിത് വേണ്ടായിരുന്നു.